കൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ അമ്മൂസാണ്. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയുമായിട്ട്. ഈ പറയുന്ന വിസ തട്ടിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. 2, ഇപ്പൊ ലോകം ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരഞ്ചുള്ളികൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അത്യാവശ്യം എയറിലാണ്. പ്രത്യേകിച്ച് ഈ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പല പ്രൊഡക്ട്സുകളും സർവീസുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ വീഡിയോസും അതേപോലെ അവരുടെ ചാനലുകളും ഒക്കെ റിവ്യൂ ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഞാനും ഒരു 1-2 ചാനലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പല ആളുകളും മറ്റു ചില ചാനലുകളൊക്കെ റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കമന്റ് ഇട്ടിരുന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് ഒരു കാര്യം പറഞ്ഞ സംഭവം തന്നെയാണ് മറ്റുള്ള ചാനൽ ഉള്ളതെങ്കിൽ പിന്നെ അത് തന്നെ എടുത്തിട്ട് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഇതേതെങ്കിലും ഒരു പ്രത്യേക ബ്യൂട്ടി വ്ളോഗർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ വ്ളോഗറിനെതിരെ സംസാരിക്കുന്നതല്ല. പൊതുവിൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ വ്ളോഗർമാർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇൻഫ്ലുവൻസസ് ഉപയോഗിച്ചിട്ട് പല പ്രൊഡക്റ്റുകളും പല സർവീസുകളും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ അവരെടുക്കാതെ പോകുന്ന ഒരു അക്കൗണ്ടബിലിറ്റി, ഇതിനൊക്കെ വിമർശിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വീണ്ടും വീണ്ടും പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നൽകിയ ചില ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ ചാനലിലുള്ള കണ്ടന്റുകളെ കുറിച്ച് വീണ്ടും പറയാതിരിക്കുന്നത്. പക്ഷെ ഇന്നെടുത്തിരിക്കുന്ന ഈ വിഷയം സമാനമായ രീതിയിൽ തന്നെ അത് മറ്റൊരു രീതിയിൽ ആളുകൾ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അത് UK വിസയുമായിട്ട് ബന്ധപ്പെട്ട് നീരജ അമ്മൂസ് എന്നാണ് ഈ വ്ളോഗറുടെ പേര്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി UK പോകാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ കെയർ ഹോം സർവീസിലേക്ക് ഓപ്പണിംഗ് ഉണ്ട് എന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ടൊരു കാര്യം. ആ കാര്യത്തിൽ ഏകദേശം 8 പേരോളം പേർക്ക് വേണ്ടി COS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് UK വിസ ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ COS ലഭ്യമാണ് എന്ന രീതിയിൽ ഒരു ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട UK എക്സ്പ്രസ് വിസ എന്ന് പറയുന്ന ഒരു ടീം ഇവരെ കോൺടാക്ട് ചെയ്തു. ഒരു വ്യക്തിക്ക് 16 ലക്ഷം രൂപ വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നീരജ പറയുന്നത് 3 വർഷം മുന്നേ നടന്ന സംഭവമാണ്. ഇപ്പോഴാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി വരുന്നത്. 3 വർഷം മുന്നേ സംഭവം ഇപ്പൊ കുത്തിപ്പൊക്കുന്നതിൽ റെലവൻസ് ഉണ്ടെന്നത് റെലവൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞൊരു മാസം പോലെ ഞാൻ സമാനമായ ഒരു സംഭവം പ്രവാസ ലോകം എന്ന ഒരു പ്രോഗ്രാമിൽ, കൈരളിയിലെ പ്രോഗ്രാമാണ്, അതിൽ ഇതേപോലെ തന്നെയാണ് സമാനമായ കാര്യം. കെയർ ഹോമിലേക്ക് ആളുകൾ വിടാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 80ഓളം ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ 16 ലക്ഷം രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഒരു 10-12 കോടിയോളം രൂപ തട്ടിച്ചൂരി കേസ് അവിടെ നടന്നായിട്ട് പറയുന്നു. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3 വർഷം മുന്നേ നടന്ന കാര്യമല്ല ഇപ്പൊ എന്തിനു കുത്തിപ്പൊക്കുന്നു എന്നൊരു ചോദ്യം തന്നെ ഇറലവന്റ് ആണ്. റസൽ പോൾ എന്ന് പറയുന്ന വ്യക്തി ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. അമൽദേവ് എന്ന് പറഞ്ഞ ആളാണ് ഈ COS ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. റസൽ പോൾ എന്ന വ്യക്തി UK എക്സ്പ്രസ് വിസയുടെ ഓണറായിട്ടുള്ള നടത്തിപ്പുകാരായിട്ടുള്ള വ്യക്തി ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. ആ 8 പേരിൽ നിന്ന് വരെ 16 ലക്ഷം രൂപ പിരിച്ച് അമൽദേവിന് കൊടുക്കുന്നു. അയാൾ മുങ്ങി ആ പൈസ. അതിനുശേഷം ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ഈ വിഷയം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണ് ഇത് ചർച്ചയിലേക്ക് വന്നത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നീരജ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോസ് വന്നു. ഇപ്പോൾ പിന്നീട് ഇങ്ങോട്ട് കുറെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. പല ആളുകളും പറ്റിക്കപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ്, അതിൽ ഒരാളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു. ഇതൊക്കെയാണ് നിലവിലുള്ള സാഹചര്യം. ഇതിനിടയിലാണ് നീരജ അമ്മു അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞ് പ്രതികരിച്ചവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ആ വീഡിയോ നീരജ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഇനി ബാക്കിയുള്ള ഭാഗം കണ്ടുനോക്കാം. എമ്പാടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മരിച്ചതാരാണെന്ന് നിങ്ങൾ UK എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ 3 മുതലാളികളിൽ ഒരാളുടെ അച്ഛനാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരിക്കുന്നത്. ഇനി മെയിൻ പോയിന്റിലേക്ക് വരാം. ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന 8 കുട്ടികൾ ഉൾപ്പെടെ 46-ലധികം കുട്ടികൾക്കാണ് UK എക്സ്പ്രസ് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും പൈസ തട്ടിച്ചുകൊണ്ട് പോയത്. ഇതിനെതിരെ എനിക്കറിയാവുന്നതുൾപ്പെടെ കേരളത്തിൽ 6 സ്റ്റേഷനുകളിൽ 10-ലേറെ FIRകൾ UK എക്സ്പ്രസിനെതിരെ ഉണ്ട്. ഇതുകൂടാതെ തന്നെ UK എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകൾ യൂട്യൂബ്, ഫേസ്ബുക്ക് മീഡിയകളിലൂടെ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി പുറത്തു വരുന്നുണ്ട്. ഈ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. UK എക്സ്പ്രസ് എന്ന് പറയുന്ന ഇവർക്കെതിരെ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ടെന്നാണ് നീരജ പറയുന്നത്. ഇതൊന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. നിന്നുള്ള 2 പെൺകുട്ടികളും അവരുടെ ഫാമിലികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരാണ് ഈ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ ഒരു പ്രശ്നം നടന്നിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ പൈസ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പൈസ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ആരും തന്നെ കഴിഞ്ഞ 3 വർഷം മുതൽ ഈ നിമിഷം വരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കെതിരെ ഒരു കേസോ FIR ഫയൽ ചെയ്തു. അടുത്ത ചോദ്യം, അപ്പൊ ഈ പൈസ ഒക്കെ എവിടെ പോയി എന്നാണ്. ഒരു പരിചയമില്ലാതെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ മാത്രം കണ്ട എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന UK എക്സ്പ്രസിലെ മെയിൻ കള്ളനും കൂടുതൽ കുട്ടികളെ പറ്റിച്ചിട്ടുള്ളതും കൂടുതൽ കുട്ടികൾക്ക് പൈസ ഇനിയും തിരിച്ചു കൊടുക്കാനുള്ളതുമായിട്ടുള്ള ബ്രസൽ പോൾ എന്ന് പറയുന്ന ഈ തങ്കക്കുളം
3 വർഷങ്ങൾക്ക് മുന്നിലെ ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് 2 മാസം മുന്നിലെ UK എക്സ്പ്രസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അത് ചെയ്തു കൊടുക്കുകയും അത് കാരണം 3 വർഷം മുന്നേ ഇവരെ കോണ്ടാക്ട് ചെയ്ത 3 വർഷം മുന്നേയുള്ള സംഭവമാണെന്നാണ് നീരജ് തന്നെ പറയുന്നത്. പക്ഷേ 4-5 വർഷം മുന്നേ തന്നെ UK എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ എബ്രോഡ് വിസ സർവീസ് അല്ലെങ്കിൽ എബ്രോഡ് ജോബ് സർവീസ് കൺസൾട്ടൻസി കൊടുക്കുന്ന ഈ കമ്പനിയെക്കുറിച്ച് വാർത്തകളിൽ പരാതിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതല്ല, റിയാക്ഷൻ ബ്ലോഗേഴ്സ് പറഞ്ഞതല്ല, പ്രതികരിച്ചൊരു പറഞ്ഞതല്ല, നീരജ തന്നെ പറഞ്ഞതാണ്. നീരജ, എന്താണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കാര്യം? 4-5 വർഷം മുന്നേ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുണ്ട് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുന്നേ അവർക്കെതിരെ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം 1 വർഷം മുന്നെങ്കിലും വാർത്തയുണ്ട്. അത്തരത്തിലൊരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു പ്രൊമോ ചെയ്യാൻ തയ്യാറ്? നിങ്ങൾ തന്നെയാണ് ഈ പ്രൊമോ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു, ആ വാട്സപ്പ് ചാറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം, അത് പെയ്ഡ് പ്രൊമോ കൂടിയാണ്. കാശ് മേടിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി ഒരു പ്രൊമോ ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ, പ്രതികരിക്കുന്ന ആളുകൾക്ക് ചോദ്യം ചെയ്യുന്നത്. ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാശ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ കയറി അത് പ്രൊമോട്ട് ചെയ്യുക. 4-5 വർഷം മുന്നേ തന്നെ സമാനമായ വിഷയത്തിൽ തട്ടിപ്പ് കേസിൽപ്പെട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ നീരജയുടെ ടൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഹു യു ഗൈസ് ആർ ട്രസ്റ്റ് മീ? നിങ്ങളിൽ ആരൊക്കെ എന്നെ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? തൊട്ട് മുന്നേയുള്ള 2 വർഷങ്ങളിൽ തട്ടിപ്പ് കേസിനെ കുറിച്ച് വാർത്ത വന്നിട്ടുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ സമാനമായിട്ടുള്ള UK വിസയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു, സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വെല്ലുവിളിക്കണം, നിങ്ങൾ തെളിയിക്കൂ, എനിക്ക് കാശ് കിട്ടിയിട്ട് തെളിയിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കും. നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിയതുകൊണ്ട് ഈ ആൾക്കാർക്ക് എന്ത് പ്രയോജനമുണ്ട്? ആകെയുള്ള പ്രയോജനം ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് നിങ്ങളുടെ ചാനലിലൂടെ കണ്ട ആളുകൾ പെട്ടുപോവില്ല. ഒരുപാട് സ്റ്റുഡൻസിന് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സ്ആപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ UK എക്സ്പ്രസിലെ ബ്ലസൻ പോൾ എന്നെ ബന്ധപ്പെടും. ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത ഇതിന്റെ മെയിൻ കളർ, എന്നെ വിശ്വസിച്ച് ബ്ലസൻ പോൾ 1.5 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഈ പറയുന്ന അമൽദേവിനാണ്. ഇയാള് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒളിവിലാണ്. UK എവിടെ ഉണ്ടെന്നാണ് ലാസ്റ്റത്തെ അപ്ഡേഷൻ. ആരെങ്കിലും ഒരാൾ ഇയാളെ കാണുകയോ ഇയാളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതോ ആയിട്ടുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഇതൊരു ന്യായീകരണമോ കുറ്റസമ്മതമോ കിടന്ന് മെഴുകലോ എനിക്കിനി പറയാനുള്ളത് നിങ്ങളോടാണ്. എന്നെ പറയുന്നതിന് മുമ്പ് ഇതിലെ ന്യായീകരണമല്ല മെഴുകലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി ഒരു സംഭവമുണ്ട്, അതെടുക്കാൻ നിങ്ങൾ തയ്യാറാത്ത എന്തുകൊണ്ടാണ്? ഇപ്പം ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ്, ഇന്ന് രാവിലെയാണെന്നറിയില്ല, ഞാൻ യൂട്യൂബിൽ മൂപ്പൻ്റെ ഒരു വ്ളോഗ് കണ്ടു സമാനമായ വിഷയത്തിൽ. അതിലൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കേട്ടോ. ചേട്ടാ, എനിക്കുള്ള എമൗണ്ട് അവർ തരാന്നാ പറഞ്ഞ, എനിക്കറിയത്തില്ല എങ്ങനെയാന്ന്. പിന്നെ ഫയൽസ് പെട്ടെന്ന് തരിക, കാരണം പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. ഇങ്ങനെ COS പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് 2-3 CV അയച്ചു തന്നാലും ഞാൻ അയച്ചു കൊടുക്കാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ COS കിട്ടുമെന്നാണ്. അതിൻ്റെ ഇടയിൽ തന്ന തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് മാത്രമാണ്. അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മളിപ്പോൾ അത് 1-2 ദിവസം കൂട്ടി, അതായത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് 12 days ആണ്, എന്നിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് 15 days ആണ്. ഒരു ദിവസം അങ്ങനെ കൂടി പോയോലോ എന്നാലോചിച്ചിട്ട് ഞാൻ പറഞ്ഞത് 15 days ആണ്. അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണമായിരുന്നു സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾ തന്ന തേഴ്സ്ഡേ ഹോപ്പിൽ നിങ്ങൾ തേഴ്സ്ഡേ COS കിട്ടും, അത്രയും പ്രഷറുണ്ട്, തേഴ്സ്ഡേ COS വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത്. അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ്. ഞങ്ങളുടെ അല്ല, അവരുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ കാണിച്ചത് നല്ല ഉടായ്പായിരുന്നു. എനിക്കത് നല്ല രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ബാക്കി ബാലൻസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അവർ, പക്ഷെ അത് സംസാരിക്കുന്നത് ഞാനും കൂടെ ആയിട്ട് സംസാരിച്ചു. ഞാൻ കോൺഫറൻസിലുണ്ടായിരുന്നു, അവിടെ ഹോമിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, ട്രസ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഹോമിലല്ല, മറ്റേ ഏജൻസിനെ വിളിച്ചപ്പോൾ ട്രസ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ തന്നതാണ്, വേറെ ഏജൻസികൾ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്ന ഡീല് തന്നെ ഞങ്ങൾക്ക് ടാസ്ക് തന്നതാണ്. സോ ആ ഒരു നിങ്ങൾ എന്തോ കാര്യത്തിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഏജൻസിക്കാർ ഞങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ 2 ഓപ്ഷൻ തരാം, ഒന്നിൽ മൺഡേ വന്ന് ഫുൾ പേയ്മെൻറ്റ് വന്ന് COS കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ലൈസൻസ് നമ്പറും അത് ഹൈഡ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും മണ്ടേയിൽ അയച്ചു തരാം. പക്ഷേ വിത്തിൻ 2 daysനുള്ളിൽ എമൗണ്ട് തന്ന് COS കളക്ട് ചെയ്യണം. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. അയ്യോ, ഇൻസിഡന്റ് മൊത്തം ബ്രോന് അറിയാൻ മനസ്സിലാക്കി കാണുന്നു. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഒരു വോയിസ് നോട്ടാണ്. ഇതില് നിങ്ങൾ വളരെ ചൂടായി സംസാരിച്ചു നിറഞ്ഞ ഒരു ഉടായ്പ കാണിച്ചു എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കൊടുത്തിരിക്കുന്ന ജോബ് ഓഫർ ഫേക്ക് ആയിരുന്നു. അതിനുശേഷം ഇയാൾ നിങ്ങളെ വിളിച്ചിട്ട് നല്ല ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ജോബ് ഓഫർ ഫേക്കായി കൊടുക്കുന്ന, അതിനുശേഷം കൊടുത്ത COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും ഫേക്കായിരുന്നു. ഇത്തരത്തില് ഇപ്പം നിങ്ങൾ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത 2 വ്യക്തികളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ UK എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ COS കൊടുക്കുന്ന ഒരു അമൽദേവിന്റെ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 സംഭവങ്ങൾ ആൾക്കാരെ പറ്റിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ തന്നെ പറയുകയാണ്, ഞാൻ പറയല്ല. അത് അനുഭവിച്ചുള്ള കുറെ ആളുകളുണ്ട്. അവിടെയൊക്കെ വളരെ ലാഘവത്തോടെ നിങ്ങൾ പറയുന്നത്, ഇതാ കാശ് മേടിച്ചത് ഇയാളാണ്, കാശ് കൊടുത്തത് ഇയാൾക്കാണ്, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് നിങ്ങൾ സൗണ്ട് ചെയ്യുന്നതിന് ഒരു ഇടനിലക്കാരിയായിട്ടാണ്, അല്ലാതെ ജസ്റ്റ് ഒരു പ്രൊമോ വീഡിയോ ചെയ്തൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട് പോയൊരു വ്യക്തിയായിട്ടല്ല. ഇവരിടയിൽ നിൽക്കുന്ന ഒരാൾ, ഇവരുടെ കാശ് കൊടുക്കാൻ പറയുന്ന ആള്, കാശ് കൊടുത്തിട്ട് അവർ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, കാശ് നേരെ കൊടുത്തിട്ട് അവിടെ നിന്ന് COS മേടിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ ഹൈഡ് ചെയ്യുന്ന കോപ്പി അയച്ചു തരാം, അതും ഫേക്കായ സംഭവം അയച്ചു കൊടുത്താന്ന് പിന്നീട് മനസ്സിലാവുന്നത്. പിന്നീട് അതിന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവരെനിക്ക് എന്തെങ്കിലും പൈസ തരുമോ ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടില്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഇടനിലക്കാരിയുടെ ഒരു റോൾ, ഒരു മീഡിയേറ്റർ റോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനാണ് വളരെ ലാഘവത്തോടെ നിങ്ങൾ കാശ് മേടിച്ചവൻ ഇയാളാണ്, കാശ് കൊടുത്ത ഇയാൾക്കാണ്, നിങ്ങൾക്ക് ഇയാളുടെ ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ, ഞാനും നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നത്. അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി, അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന സംഭവങ്ങളെ ആളുകൾ വിശ്വസിക്കാൻ, നിങ്ങളൊക്കെ വിശ്വസിക്കാനുള്ള കാരണം അവരിൽ ഒരാളാണ് നിങ്ങളെന്ന തോന്നലാണ്. ഈ മഹേന്ദ്ര സിംഗ് ധോണിയോ വിരാട് കോഹ്ലിയോ സച്ചിൻ ടെണ്ടുൽക്കർ കൂടെ പറഞ്ഞിട്ട് എക്സ്പ്രസ് UK വിസ വഴി UK പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് അറിയാവുന്ന പരസ്യമാണ്, അതിൻ്റെ പിന്നാലെ അവർ പോവില്ല. വളരെ ചുരുങ്ങിയ ആളുകളൊക്കെ പോകുള്ളൂ. പക്ഷേ നിങ്ങൾ UK താമസിക്കുന്ന ഒരു വ്യക്തി, അവിടെ എത്തിച്ചേർന്ന ഒരു വ്യക്തി, കെയർ ഫോമിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി, അങ്ങനെയാണ് നിങ്ങൾ മറ്റൊരു വീഡിയോ ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അവിടെ കെയർ ഫോമിൽ നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചൊക്കെ വിശദമാക്കുന്ന ഒരു സംഭവമുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് എന്താ, നിങ്ങളവിടെ സെറ്റിലായ വ്യക്തിയാണ്, സമാനമായ ജോലിയിൽ സെറ്റിലായ വ്യക്തി. അങ്ങനെയുള്ള ആളൊരു കെയർ ഫോം വിസയെക്കുറിച്ച് അല്ലെങ്കിൽ കെയർ ഫോം വിസയുടെ COSനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കും, അവർ പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കപ്പെട്ട ആളുകളാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ലാഘവത്തോടെ പറയാം, 2 വർഷം മുന്നേ UK മുങ്ങിയ ആളെ എവിടെ വെച്ചിട്ട് കണ്ട എന്നോട് പറയൂ, ഞാനും സഹായിക്കാമെന്ന്. പക്ഷെ ഇവിടെയുള്ള ആളുകളെ ഇങ്ങനെ പോയി ആളെ കണ്ടുപിടിക്കുമെന്നാണ് നിങ്ങൾ പറയണേ. ഇത് ഇനി പ്രേക്ഷകരോട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ട് ഇതിൻ്റെ പിന്നാലെ ഓടുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ ഇത്രയും അക്കൗണ്ടബിലിറ്റി ഈ കാര്യത്തിൽ എടുക്കുകയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ ഉടൻ തന്നെ ക്രീം എടുത്ത് മുഖത്ത് വരട്ടുന്നവരോട്, എന്തെങ്കിലും കേട്ട ഉടൻ തന്നെ ഗെയിം കളിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരോട്, എന്തെങ്കിലും കേട്ട ഉടൻ തന്നെ വിസയുടെ പുറകെയോ സർവീസിൻ്റെ പുറകെയോ ഇവരൊക്കെ പറയുന്ന പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ എടുക്കാനോ ഉപയോഗിക്കാനോ ഓടുന്നവരോടാണ് പറയുന്നത്. ഇവരുടെയൊക്കെ അക്കൗണ്ടബിലിറ്റി ഇത്രയേ ഉള്ളൂ. ഈ കൾപ്രിറ്റ്സിനൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട എന്നോട് പറയൂ, ഇവരാരാ പിടിച്ചു കൊടുക്കാനായിട്ട്, ഇവർ പോലീസാണ്. നിയമ സംവിധാനം തന്നെ വേണം ഇതൊക്കെ പിടിച്ചു കൊടുക്കാൻ, അല്ലാതെ ഈ നീരജ് എന്നും പറഞ്ഞ ആരെയും പിടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ പെടാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളുടെ ഈ വാചകമടിയിൽ വീണ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിശ്വസിക്കുന്നവർക്കും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ പച്ചത്തെറി പറയുന്നവർക്കും എന്നെ വെറുക്കുന്നവർ, ഞാൻ കാരണം ഇപ്പൊ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതും റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള കുറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇപ്പോൾ ഉണ്ട്. അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് സ്ഥിരം വിരോധമാണ്. ഞാൻ പറയുന്നത്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വിമർശനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല ആളുകളും ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്ത് ഉടൻ തന്നെ, എന്നെ കൊണ്ട് ഇപ്പോൾ പല ആൾക്കാരെയും റീച്ച് ഉണ്ടാകുന്നുണ്ടല്ലോ, വിട്ടുപിടി, കൊള്ളാവുന്ന വല്ല ഇരവാദമൊക്കെ. പക്ഷെ അതിൽ കാണുന്ന പല വീഡിയോസും കണ്ട് പ്രതികരിക്കുന്ന നിങ്ങളോട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയും കൂടിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഈ പ്രൊമോഷൻസ്, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രൊമോഷൻസ് ബാധിക്കുന്നത് ഒരു വ്യക്തിയല്ല, അവരുടെ കുടുംബത്തെ കൂടിയാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. ചിലപ്പം മക്കളെയൊക്കെ പഠിപ്പിച്ച് വീടും പറമ്പും പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ കാശെടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ചെയ്യുന്നതാ. ഇപ്പോൾ ഒരാള് അച്ഛൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു, കേസ് വന്നപ്പോൾ ആത്മഹത്യ ചെയ്തതാണ്. മരണം തന്നെയാണ്. അത് നിങ്ങളെ വീട്ടിൽ സംഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ മരണത്തിന്റെ ആഘാതം എന്താണ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അച്ഛൻ മരിച്ചു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ആഘാതം മനസ്സിലാവും. അതുവരെയും മറ്റൊരാളുടെ അച്ഛനാണ് മരിക്കുന്നത് നമുക്ക്. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ഈ വീടും കുടുംബവും ഉള്ളത്. നിങ്ങളെ വിശ്വസിച്ച് ഇത്തരം സർവീസ് പ്രൊവൈഡേഴ്സിന്റെ പിന്നാലെ ഓടുന്നവർക്കും മനസ്സിലാക്കുക, അവർക്കും ഈ പറയുന്ന പോലെ വീടും കുടുംബവും ഒക്കെയുണ്ട്.
വെട്ടിപ്പോ പൈസയോ മാത്രമാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും എന്റെ വീഡിയോയിൽ എന്റെ ഫാമിലിയെ ഞാൻ ഉൾപ്പെടുത്താം. ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരായ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും നേരിട്ട് കാണുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാത്ത 8 കുട്ടികളുടെ കാര്യത്തിൽ UK എക്സ്പ്രസിനെയോ അമലിനെയോ ബന്ധപ്പെട്ട് ഞാനും അതിനൊരു കാരണമായി തീർന്നിരിക്കുകയാണ്. അതിന് അവരോട് മാപ്പ്. പിന്നെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഓപ്പൺ ആയിരിക്കും. എന്നെ വിശ്വസിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരുടെയും പ്രതികരണം ദയവ് ചെയ്ത് അറിയിക്കണം. അതിന്റെ കൂടെ തന്നെ വെറുക്കുന്നവർക്കും പച്ചത്തെറിയും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. ഇതിൽ കൂടുതൽ തെളിവും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട്. ഇതുവരെയ്ക്കും എനിക്കെതിരെ ഒരു കേസ് ഇല്ലാത്ത സ്ഥിതിക്കും ഇനി എന്തെങ്കിലും കേസ് വരുവാണെങ്കിലും അത് പ്രൂവ് ചെയ്യാനും ആ എവിഡൻസ് അവർക്ക് കൊടുക്കുവാനും ഡിഫെൻഡ് ചെയ്യാനും ഞാൻ തയ്യാർ. പേടിച്ച് വരണ്ട് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പിന്മാറിയിരിക്കാൻ ഞാൻ ഇനി തയ്യാറല്ല. നാളെ മുതൽ എന്റെ റെഗുലർ വീഡിയോസ് ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി. കൂടെ വെറുക്കുന്നവർക്കും താങ്ക് യു. കൂടെ വെറുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും ഇവരിത് തന്നെ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് തുടരാം, തൊടാതിരിക്കാം. അവർക്ക് എല്ലാ വിധത്തിലും സ്വാതന്ത്ര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളിടത്തോളം കാലം അവർക്ക് ഇതേപോലുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്യും. അവർ സാധാരണ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യും. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അതൊക്കെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് ഉത്തരം പറയുന്നത് പോലെയാണ്. ചോദ്യം പശുവിനെ കുറിച്ചാണ്. പശുവിനെ കുറിച്ചാണ് മറുപടി പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ വിശ്വസിച്ച് കാശ് കൊടുത്ത ആളുകളെ കുറിച്ചാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വിട്ടുപോകാനായിട്ട് സാധിക്കില്ല. അതിന് നിങ്ങൾ ജസ്റ്റ് ഒരു മാപ്പ് പറഞ്ഞതുമാണ്. അല്ലെങ്കിൽ 8 കുട്ടികളെ കിട്ടാൻ എനിക്ക് ദുഃഖമുണ്ടെന്ന് പറയുന്നിടത്ത് നിൽക്കുന്നതല്ല. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഈ കാര്യത്തിൽ അക്കൗണ്ടബിൾ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഗ്രാവിറ്റി ഉള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ഒരു ഡേറ്റ ഉണ്ടായിരുന്നു ഇയാൾക്കെതിരെ കേസ് നേരത്തെ ഉണ്ട് എന്നുള്ളത്. ആ സംഭവം അന്വേഷിക്കാതെ പ്രൊമോട്ട് ചെയ്ത നിങ്ങളുടെ ഭാഗത്ത് വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതൊരു മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ പറയുന്ന വ്യക്തിയെ കടമ എന്നെ വിളിച്ചു പറയും ഞാനും ഇറങ്ങാമെന്ന് പറയുന്നിടത്തോ തീരുന്നതല്ല. ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഉത്തരവാദിത്വത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇവരെ വീഡിയോസ് കാണുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നിങ്ങൾക്ക് വിമർശിക്കാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന ഈ പ്രോഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന ഈ സർവീസിന്റെ പിന്നാലെ പോയി അതിനെതിരെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ കൈ കഴുകും. അവനല്ല കാശ് മേടിച്ചത്, ആ മേടിച്ച കാശ് അവനല്ലേ കൊടുത്തത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവരൊക്കെ കൈ കഴുകി പോകും എന്ന് മനസ്സിലാക്കുക. എന്താണ് വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.